നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 86ാമത്തെ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിലുണ്ടാകുന്ന മാർക്കറ്റിലെ ന്യൂസസ്, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെ അവരുടെ പോസിറ്റിവിറ്റി ആണോ നെഗറ്റിവിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പം ആദ്യമേ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഞാനിവിടെ നിഫ്റ്റിയുടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ മാസം മാർച്ച് മാസം അതിമനോഹരമായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഏപ്രിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ മാസത്തെ ക്യാൻഡിൽ ഒരു ദിവസം മാത്രമാണ് ട്രേഡ് ചെയ്തുള്ളൂ, ഏപ്രിൽ 1-ാം തീയതി വെള്ളിയാഴ്ച. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു മന്ത്ലി സ്റ്റാർട്ടിങ് നല്ലൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ഒരു സാധ്യതയുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് നമുക്ക് 18,600 റീജിയൻ നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 15,700 സംതിങ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,670 എന്ന ഇൻഡെക്സ് പോയിന്റിലാണ്. അപ്പോൾ നമുക്കിനി വീക്കിലി വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലാസ്റ്റ് വീക്കിൽ എന്നാൽ അതിശക്തമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും ഫോം ചെയ്തിരിക്കുന്നു. വീണ്ടും നമുക്ക് വീക്കിലിയിൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇനിയും മുമ്പോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു 2 ആഴ്ച നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഒരു വീക്ക് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മന്ത്ലിയിലും വീക്കിലിയിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലിയിലും അതുപോലെ തന്നെ ഡെയിലിയിലും നമുക്കിവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഒരു ദിവസം ഏപ്രിൽ 1-ാം തീയതി ഉണ്ടായ ഫോം ചെയ്ത ക്യാൻഡിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 17,650-700 റീജിയൻ. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇതൊന്ന് ക്ലിയർ ആകേണ്ടതായിട്ടുണ്ട്. ഇപ്പം അതിന് മേളിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ടും ഈ ഒരു റീജിയൻ റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ എടുത്ത ഒരു റീജിയനാണ്. അപ്പം അടുത്ത ദിവസം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഈ ഒരു റീജിയനിലൊക്കെ മാർക്കറ്റ് വീണ്ടും സ്റ്റേബിളായിട്ട് നിന്ന് പതുക്കെ അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ടെങ്കിൽ, കുറച്ച് നേരം നിന്ന് അപ്സൈഡ് മൊമെൻറ്റവും അതുപോലെ തന്നെ ഡെയിലി ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ടെക്നിക്കലി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എവിടെയാണ് ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീജിയൻ, അതായത് 18,250 അതുപോലെ തന്നെ 300 റീജിയൻ. ഈ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു റീജിയൻ ഒരു വലിയ ഇവിടെ നിന്ന് ഈ ചാനൽ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇവിടെ നിന്നുണ്ടായ അപ്സൈഡ് മൊമെൻറ്റം അത് 18,300 അത് തീർന്നു പോയി. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു റിവേഴ്സൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റിൽ ഈ ഒരു റീജിയനിൽ എത്തുമ്പോഴത്തേനും മാർക്കറ്റിൽ ഒരു ഫിയർ ക്രിയേറ്റ് ആവും. അപ്പം ഒരുപക്ഷെ പെട്ടെന്നൊരു സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് 18,300 റീജിയനിൽ. അപ്പം അതുപോലെ തന്നെ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്നൊരു സെല്ലിംഗ് ഉണ്ടായിട്ടാണെങ്കിലും അത് ബ്രേക്ക് ഔട്ട് വന്ന് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. അപ്പം 18,600-650 റീജിയൻ ഈ ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ. അപ്പോൾ തീർച്ചയായിട്ടും അതല്ല മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഒരു താഴോട്ടൊരു ഡൗൺ സൈഡ്, അതായത് ഒരു ബീറിഷ് മൊമെൻറ്റം ഉണ്ടാവുകയാണ്. അപ്പം ഇവിടെ നിന്ന് പോരുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റീജിയനാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടോ പലതവണ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റീജിയനിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഈ ഒരു റീജിയൻ 16,700 റീജിയൻ 17,000 റീജിയൻ ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും
നമുക്ക് അത് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ബിയറിഷ്നെസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ താഴോട്ടുള്ള ലെവൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നമ്മൾ ടെക്നിക്കലി കാണാൻ സാധിക്കുന്നത്. മന്ത്ലിയിൽ നല്ല ക്യാൻഡിൽസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഡെയിലി ടൈം ഫ്രെയിമിലും നമുക്ക് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യുന്നു. അതല്ല മറ്റേതെങ്കിലും ബാഡ് ന്യൂസസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റവും തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് വലിയ ന്യൂസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലുണ്ടായി താഴോട്ടുള്ള ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഒരു മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ്നെസ് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വിംഗ് എൻട്രീസ് എടുക്കാനാണെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. നല്ല സ്റ്റോക്കുകൾ സ്വിംഗ് എൻട്രീസ് എടുക്കാം. അതുപോലെ തന്നെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു റീജിയനിലൊക്കെ എത്തുമ്പോഴത്തേനും കുറച്ച് താഴെ ഈ ഒരു റീജിയനിലോ ഈ സപ്പോർട്ട് റീജിയനിലൊക്കെ എൻട്രി എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിലേക്കൊക്കെ മാർക്കറ്റ് വരുമ്പം കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരാണെങ്കിൽ ഈ ഒരു റീജിയനിലൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.